നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് വാർഷിക വരുമാനത്തിന്റെ 6 ഇരട്ടി ലോൺ എടുക്കാൻ അവസരം. ഭവന വിപണിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് അപേക്ഷകർക്ക് തങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ 6 ഇരട്ടി വരെ ലോൺ ലഭിക്കാം. ആദ്യമായി വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേർക്ക് ഇത് പ്രതീക്ഷകൾ നൽകുന്നു. നേഷൻ വൈഡാണ് രാജ്യവ്യാപകമായി ഈ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വാർഷിക വരുമാനമായി 50,000 പൗണ്ട് സമ്പാദിക്കുന്ന ദമ്പതികൾക്ക് 3 ലക്ഷം പൗണ്ട് വരെ വായ്പയായി ലഭിക്കും. നിലവിൽ രാജ്യത്തെ ഒരു വീടിന്റെ ശരാശരി വില 2,82,000 പൗണ്ടാണ്. സാധാരണയായി മോർഗേജ് കമ്പനികൾ വാർഷിക വരുമാനത്തിന് 4 മുതൽ 5 ഇരട്ടി വരെയായിരുന്നു പണം കടം കൊടുത്തിരുന്നത്. 3 വർഷം മുൻപ് 2021 ആരംഭിച്ച ഹെൽപ്പിംഗ് ഹാൻഡ് മോർഗേജ് സ്കീമിലൂടെ ഇതിനകം 40,000 ആളുകൾക്ക് പുതുതായി വീട് വാങ്ങാൻ സാധിച്ചതായി നാഷണൽ വൈഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഡെബി ക്രോസ്ബി പറഞ്ഞു. ബോംബ് ഭീഷണിയെ തുടർന്ന് അടച്ച ഗാറ്റ്വിക് വിമാനത്താവളം ടെർമിനൽ വീണ്ടും തുറന്നു. വിമാനത്താവളത്തിൽ സംശയാസ്പദമായ പാക്കേജ് ഉണ്ടെന്ന റിപ്പോർട്ടിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരെ അന്വേഷണം പൂർത്തിയായതിനെ തുടർന്ന് വിട്ടയച്ചതായി സസെക്സ് പോലീസ് പറഞ്ഞു. ടെർമിനൽ കെട്ടിടം ഒഴിപ്പിച്ചതിനെ തുടർന്ന് 4 മണിക്കൂറിലധികം യാത്രക്കാർക്ക് ചെക്ക് ഇൻ ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർന്ന് നൂറുകണക്കിന് യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. സൗത്ത് ടെർമിനലാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് അടച്ചത്. ഗാറ്റ്വിക് സ്റ്റേഷനിലെ ട്രെയിൻ ഗതാഗതവും മണിക്കൂറുകളോളം നിർത്തിവച്ചിരുന്നു. ജയിൽ ബ്ലൂ പ്രിന്റ് ചോർച്ച ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ സുരക്ഷാ ജാഗ്രതയ്ക്ക് കാരണമാകുന്നു. വിശദമായ ജയിൽ ബ്ലൂ പ്രിന്റുകൾ ചോർന്നതിനെ തുടർന്ന് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശം നൽകി. ക്യാമറകളുടെയും സെൻസറുകളുടെയും സ്ഥാനം വിശദമായി വിവരിക്കുന്നതാണ് ഈ ബ്ലൂ പ്രിന്റുകൾ. ഇത് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിലെ സുരക്ഷാ ലംഘനങ്ങളെക്കുറിച്ച് ആശങ്കയുയർത്തുന്നു. ചോർച്ചയുടെ കൃത്യമായ ഉറവിടം അന്വേഷണത്തിലാണ്. ചോർന്ന ബ്ലൂ പ്രിന്റുകൾ മയക്കുമരുന്ന്, കള്ളക്കടത്ത് എന്നിവ സുഗമമാക്കുന്നതിനും ജയിലുകളിൽ നിന്നുള്ള രക്ഷപ്പെടലുകൾ ആസൂത്രണം ചെയ്യുന്നതിനും ഉപയോഗിക്കാം. നീതിന്യായ മന്ത്രാലയം ചോർച്ച സ്ഥിരീകരിച്ചെങ്കിലും നിലവിലുള്ള സുരക്ഷാ നടപടികളെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ വിസമ്മതിച്ചു. സൈബർ കുറ്റകൃത്യങ്ങൾ ഉയർത്തുന്ന ഭീഷണി ഈ സംഭവം ഉയർത്തിക്കാട്ടുന്നു. സൈക്കിൾ യാത്രക്കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ മലയാളിക്ക് 4 വർഷത്തെ തടവ് ശിക്ഷ. സൈക്കിൾ യാത്രക്കാരിയെ ഇടിച്ചിട്ട് നിർത്താതെ പോവുകയും അപകടകരമായ വാഹനമോടിച്ച് മരണത്തിന് ഇടയാക്കുകയും ചെയ്തതിന് 42-കാരിയായ സീന ചാക്കോയെ നവംബർ 21 ചെസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി 4 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 14 ശനിയാഴ്ച വിൽസ്ലോ റോഡിൽ നീല സിട്രോൺ C4 ഗ്രാൻഡ് പിക്കാസോ ഓടിച്ചു വരികയായിരുന്ന സീന ചാക്കോ 62 വയസ്സുള്ള സൈക്ലിസ്റ്റുമായാണ് കൂട്ടിയിടിച്ചത്. സംഭവത്തിൽ ഗുരുതരാവസ്ഥയിലായിരുന്ന സൈക്ലിസ്റ്റ് സെപ്റ്റംബർ 17 മരിക്കുന്നത്. കെയർ വിസയിലാണ് സീനയും കുടുംബവും UK ജോലിക്കെത്തിയത്. കേസിനെ തുടർന്ന് അറസ്റ്റിലായതു മുതൽ സീന കസ്റ്റഡിയിൽ കഴിയുകയാണ്. UK എത്തുന്ന മലയാളികൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെ വാഹനം ഓടിക്കുന്ന പതിവ് തുടരുന്നതിനാൽ ഇത് അപകടകരമായ സാഹചര്യമുണ്ടാക്കും. ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ ജോലിയില്ല എന്ന ഏജൻസികളുടെ നിലപാടാണ് പലരെയും ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. UK നിയമം അനുസരിച്ച് അപകടമുണ്ടാകുമ്പോൾ ലൈസൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് സ്വമേധയാ റദ്ദാകുന്ന നിയമമാണ് പോലീസ് പിന്തുടരുന്നത്. ഇന്ത്യയിൽ നിന്നെത്തുന്നവർക്ക് പ്രൊഫഷണൽ ലൈസൻസ് കാണിച്ച് ഇൻഷുറൻസ് ലഭിക്കുമെങ്കിലും അപകടമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇത്തരം ഇൻഷുറൻസുകൾ സ്വയം ഇല്ലാതാകും. 28 മത്സരാർത്ഥികളുമായി ലണ്ടനിൽ മിസ് ആൻഡ് മിസ്സിസ് മലയാളി UK ബ്യൂട്ടി പേജന്റ് ആവേശമാകുന്നു. ദൃശ്യം ഫെയിൽ എസ്തേർ അനിൽ, പ്രശസ്ത ഫുട്ബോളറും സിനിമാ താരവുമായ IM വിജയൻ, അമേരിക്കൻ മോഡലും ബ്യൂട്ടി പേജന്റ് ജേതാവുമായ പൂജ തിവാരി, യുക്മ വക്താവ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ എന്നിവർ അതിഥികളായി എത്തുന്ന ലണ്ടൻ ഹരോയിൽ ഹാച്ച് ആൻഡ് ഹൈസ്കൂൾ ഗ്രേറ്റ് ഹാളിൽ നടക്കുന്ന മിസ് ആൻഡ് മിസ്സിസ് മലയാളി UK ബ്യൂട്ടി പേജന്റ് 2024 28 മത്സരാർത്ഥികളുമായി ഒരുങ്ങുന്നു. മലയാളി സംസ്കാരത്തിന്റെ സമ്പന്നതയും ആചാരങ്ങളും ആഘോഷിക്കുന്ന പാരമ്പര്യ വേഷത്തിലും ഉന്നത നിലവാരം പുലർത്തുന്ന ആധുനിക ശൈലി ഉൾപ്പെടുന്ന ഈവനിംഗ് വെയറിലും സർഗാത്മകതയും വ്യക്തിത്വവും പ്രകടമാകുന്ന പ്രതിഭാശേഷി വിലയിരുത്തപ്പെടുന്ന അവസരവും ഒത്തുചേരുന്ന 3 റൗണ്ടുകൾ കിരീടാവകാശികളെ കണ്ടെത്തുന്നതിലേക്ക് നയിക്കും. ആത്മവിശ്വാസവും നിലപാടുകളും പുറത്തു കൊണ്ടുവരുന്ന ചോദ്യോത്തരവേള അടക്കമുള്ള ആവേശകരമായ ഘടകങ്ങൾ അരങ്ങേറും. അബിയും ബോണിസനും ചേർന്നൊരുക്കുന്ന DJ പാർട്ടി, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ റാം വോക്ക് എന്നിവ പരിപാടിയുടെ പ്രധാന ആകർഷകങ്ങളാവും. മലയാളി സമൂഹത്തിന്റെ സൗന്ദര്യവും പ്രതിഭയും സാംസ്കാരിക അഭിമാനവും ആഘോഷിക്കാൻ ലഭിക്കുന്ന അവസരം നഷ്ടമാക്കരുതെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു. UK ബെർട്ട് കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. മഞ്ഞുമൂടിയ റോഡുകളും ശക്തമായ മഴയും കാറ്റും കൂടുതൽ യാത്രാ തടസ്സത്തിനും വെള്ളപ്പൊക്കത്തിനും കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ 16 വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ രാജ്യത്തുടനീളം പ്രാബല്യത്തിലുണ്ട്. ചില പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് റെയിൽ കമ്പനികൾ യാത്രക്കാരോട് അഭ്യർത്ഥിക്കുകയും
ചില സർവീസുകൾ കുറയ്ക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെ 5-നും 3-നും ഇടയിൽ യോർക്ക്ഷയറിലും വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലും മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുകളുണ്ട്. വാരാന്ത്യത്തിൽ വെയിൽസിലും തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും വ്യാപകമായി 75 മില്ലിമീറ്റർ മഴ ലഭിച്ചേക്കാം. തെക്കൻ തീരത്ത് ശക്തമായ കാറ്റ് വീശുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ മണിക്കൂറിൽ 70 മൈലിലധികം വേഗതയിൽ കാറ്റ് വീശും. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.